ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കൺസോളിഡേറ്റിംഗ് സെഷൻ ആയിരുന്നു ആക്ച്വലി ഇന്ന് നിഫ്റ്റി. ഞാനിന്ന് നിഫ്റ്റിയാണ് നല്ലപോലെ നോക്കിയത്. ഓക്കെ, നിഫ്റ്റിയിൽ എൻട്രി, കാരണം ഇത് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി അല്ലായിരുന്നു. അപ്പം അത് കാരണം ഞാനിന്ന് നിഫ്റ്റിയിലാണ് എൻട്രി കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കുമ്പോഴത്തേക്കിന് ഇന്ന് കണ്ടോ, നമ്മുടെ ഇന്നലത്തെ ലെവലിൽ സ്വീപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊന്നും സ്വീപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് നിഫ്റ്റിയിൽ ആക്ച്വലി ഒരു റിലയൻസിൻ്റെ ഒരു ബുള്ളിഷ്നെസ് ഉണ്ടായിരുന്നു ഇന്ന്. ഓക്കെ, പക്ഷേ ബാങ്ക് നിഫ്റ്റി ഉണ്ടോ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ആ ഒരു ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നിട്ട് നമ്മുടെ ഒരു ലെവൽ സ്വീപ്പ് ആയതിനു ശേഷം പിന്നെ നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലൈൻ, നമ്മുടെ താഴത്തെ ആ ലിക്വിഡിറ്റി ലൈൻ, അതും സ്വീപ്പായിട്ട് പോയി. പക്ഷേ അവിടെ നിന്ന് നമുക്ക് എൻട്രീസ് കാര്യങ്ങളില്ലായിരുന്നു. പക്ഷേ ഒരു പുട്ട് എൻട്രി ഉണ്ടായിരുന്നു ആക്ച്വലി. ഓക്കെ, ആ ഒരു അഗ്രസീവ് പുട്ട് എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ മാർക്കറ്റ് കുറച്ചുകൂടെ അപ്സൈഡ് വന്നിട്ട് അവിടെ നിന്നാണ് ഒരു റിജക്ഷൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു റിജക്ഷൻ വന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമുക്കപ്പം എന്തായാലും ഒരു നാളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്കിനിയും ഇത് മന്ത്ലി എക്സ്പയറി അല്ലല്ലോ, അപ്പം നെക്സ്റ്റ് വീക്കിലാണ് മന്ത്ലി എക്സ്പയറി വരുന്നത്. അന്നേരം കുറച്ചുകൂടെ വോളറ്റിലിറ്റി അതിനുള്ള ഒരു പോസിബിലിറ്റി ആയിരിക്കും. കാരണം ഇന്ന് നിഫ്റ്റി ആയാലും ലാസ്റ്റ് 2-3 ഡേയ്സായിട്ട് നിഫ്റ്റിയാണ് കുറച്ചുകൂടെ ട്രെൻഡിങ്. ബാങ്ക് നിഫ്റ്റി കൺസോളിഡേറ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇപ്പം ഇന്ന് നിഫ്റ്റി കുറച്ച് കൺസോളിഡേറ്റിങ്. ഓക്കെ, നമുക്കപ്പോൾ ലെവൽസ് നോക്കുമ്പോഴത്തേക്കിന് ഡേ ഹൈ ഡേ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് 15 മിനിറ്റ്സ് തന്നെ. ഓക്കെ, നമുക്ക് 15 മിനിറ്റ്സിലോട്ട് തന്നെ പോകാം. 15 മിനിറ്റ്സിൽ നോക്കുമ്പോഴത്തേക്കിന് പ്രത്യേകിച്ച് വേറെ ലെവൽസും കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു ലെവൽ തന്നെയാണ്. കാരണം ഇൻസൈഡ് ക്യാൻഡിലല്ലേ വന്നിരിക്കുന്നത്, പ്രീവിയസ് ഡേയുടെ ആ ഒരു ഇൻസൈഡിൽ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ക്യാൻഡിലും വന്നേക്കുന്നത്. അത് കാരണം നമുക്ക് ഐദർ സൈഡിൽ ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്ക് ഔട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് എൻട്രീസ് വരത്തുള്ളൂ. ഓക്കെ, നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണല്ലോ. പിന്നെ റിലയൻസ് ഇന്ന് കുറച്ച് ബുള്ളിഷാണ്. അപ്പോൾ റിലയൻസ് ഒരു സപ്പോർട്ട് സോണിലാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് നാളെ ഒന്ന് വാച്ച് ചെയ്യണം. ഓക്കെ, പിന്നെ നിഫ്റ്റി IT മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബാങ്ക് ഫോൾ ചെയ്ത പോലെ ഇന്ന് നിഫ്റ്റിയും ഫോൾ ആവാഞ്ഞത്. അപ്പോൾ അതെല്ലാം സപ്പോർട്ട് ആക്കിയതുകൊണ്ടാണ്. ഓക്കെ, ഇത് ബാങ്ക് നിഫ്റ്റിയും കൂടെ സപ്പോർട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയും കൂടെ ചാർട്ട് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ടും കൂടെ നോക്കുമ്പോഴത്തേക്കിന് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ആക്ച്വലി HDFC ബാങ്ക്, എല്ലാ ബാങ്ക് സെക്ടേഴ്സും എല്ലാം ഇന്ന് ഡൗൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ റീസൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ ന്യൂസ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല. അപ്പം റീസൺ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് എന്നാലും കൊടാക് മഹീന്ദ്ര മാത്രമേ ഉള്ളൂ കുറച്ച് ഗ്രീൻ കാണിച്ചത്, ബാക്കിയെല്ലാം ഡൗൺ സൈഡായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇന്നലെ വരച്ച ലൈൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അപ്സൈഡ് ഉള്ള ലിക്വിഡിറ്റി ഏരിയ അതുപോലെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. കാരണം അപ്സൈഡിലോട്ട് മാർക്കറ്റ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ എൻട്രീസ് നമുക്കിപ്പോഴും ആ ഒരു ഏരിയ കിടപ്പുണ്ട്. ലിക്വിഡിറ്റി ഏരിയ എപ്പോഴും ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് തന്നെ കിടക്കും. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ഡേ ആയാലും ഇപ്പോൾ ലാസ്റ്റ് മന്തിലുള്ള ലിക്വിഡിറ്റി ഏരിയ ആണല്ലോ, ആ ലിക്വിഡിറ്റി ഏരിയ അതുപോലെ തന്നെ കിടക്കും നമുക്ക് ഈ ഡൗൺ സൈഡ് 2 ലിക്വിഡിറ്റി ഏരിയ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡേ ലോയും പിന്നെ അതൊരു ചെറിയൊരു സിംഗ് ലോയും. അപ്പോൾ അവിടെ നമുക്കൊരു എൻട്രീസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ഹൈയും കൂടെ എടുത്തേക്കാം. ഓക്കെ, കാരണം ഇന്ന് ഡേ ഹൈ ഇന്നല്ലേ ഒരു റിജക്ഷൻ വന്നത്. അപ്പോൾ അതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇതും കൂടെ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. അപ്പം മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റിൽ ആ ഒരു നാളെ ക്യാപ്പ് ആണോ ക്യാപ്പ് ഡൗൺ ആണോ എന്നുള്ള ആ ഒരു ലെവൽസ് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഏത് ലിക്വിഡിറ്റിയാണ് സ്വീപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻട്രി നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം മാർക്കറ്റിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ 2 അനാലിസിസ് വീഡിയോയ്ക്ക് അത് പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി കൺസോളിഡേറ്റിംഗ് ആയിരുന്നു ഡേ ക്യാൻഡിൽ. അപ്പോൾ അതിൽ നിന്ന് ഡൗൺ സൈഡിലോട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് വന്നേക്കുന്നത്. നമുക്കിനിയും ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.